കേരളം ഏറെ ചർച്ച ചെയ്യുകയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ അറസ്റ്റ്, ഒരു പോക്സോ കേസിൽപ്പെട്ടുള്ള അറസ്റ്റ്, അതിൻ്റെ ഗുരുതര വശങ്ങൾ, ഒപ്പം അതിൻ്റെ നിയമ നടപടികൾ ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് പുറത്തു വരുന്നത്. ഫിലിപ്പ് മമ്പാടിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത് എന്നതാണ് ലഭ്യമാവുന്ന വിശദാംശങ്ങൾ. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നതാണ് സാഹചര്യം. അതായത് സംസ്ഥാനത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതിലും ഗുരുതരമായ ചില വശങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് സാഹചര്യം. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഗുരുതരമായ വിഷയം നിലവിൽ പോലീസിൽ നിന്നും VRS എടുത്ത ഫിലിപ്പ് മമ്പാട് പോലീസിൻ്റെ ID കാർഡ് ദുരുപയോഗം ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സാധ്യമായി എന്ന ഗുരുതരമായ വിഷയങ്ങളിലേക്കൂടി അന്വേഷണം പോകേണ്ടി വരും. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള മറ്റ് കണ്ടെത്തലുകൾ, പോലീസിൻ്റെ വിലയിരുത്തലുകൾ അതെങ്ങനെയാണ്? സജിത്ത്, ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ കൊണ്ടുപോയി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല രക്ഷിതാക്കൾ താൽക്കാലികമായി ഫിലിപ്പ് മമ്പാടിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട്. അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിലുള്ള ഇരിക്കെയാണ് ഫിലിപ്പ് മമ്പാട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഇത് ഈ ഒരു സംരക്ഷണ ചുമതലയിലേക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒട്ടേറെ ആരാധകരെയും അണികളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ ബാധിക്കും. അത് ഈ പരാതിക്കാരിയും സാക്ഷികളെയും സ്വാധീനിക്കാനിടയുണ്ട്. ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന ഒരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും അതും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പരാതി വന്നതിന് ശേഷമാണെന്ന് കരുതണം ഈ കുട്ടിയുടെ അതിജീവിതരുടെ വീട്ടിൽ പോയി ഫിലിപ്പ് മമ്പാട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നൊരു ഗുരുതരമായ വിവരം കൂടി പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതായത് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാവുന്നത് ഒന്ന്, ആ ഫിലിപ്പ് മമ്പാട് വ്യാജ ID കാർഡ്, അതായത് പോലീസിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിൻ്റെ റിട്ടയർ ചെയ്ത ഫിലിപ്പ് മമ്പാട് പോലീസ് ID കാർഡ് ഉപയോഗിച്ച് റൂം എടുത്തു എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹം വ്യാജമായിട്ട് പോലീസിൻ്റെ ID കാർഡ് നിർമ്മിച്ചതാകണം. അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ കേസ് ഒത്തുതീർപ്പിനായിട്ട് ഫിലിപ്പ് മമ്പാട് അതിജീവിതരുടെ വീട്ടിൽ പോയി എന്നുള്ള ഒരു പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മൂന്നാമതായിട്ട് സംരക്ഷണ ചുമതലയിലിരിക്കെ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇത്രയും ഹീനമായ കൃത്യങ്ങൾ ചെയ്ത ഈ വ്യക്തി സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണെന്നിരിക്കെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കുമെന്നും പ്രതി അതിജീവിതയും സാക്ഷികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും വിദേശത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത്. അനുമോദ്, ഇതിൽ പ്രധാനമായ കാര്യം ഇതുവരെ ഈ പോക്സോ വകുപ്പ്, അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതായത് സംരക്ഷണ ചുമതല ഏറ്റിരുന്ന വ്യക്തിക്ക് തന്നെ പീഡിപ്പിച്ചു എന്ന ഒരു വലിയ ഗുരുതരമായ ആക്ഷേപമാണ്. അതിനുമപ്പുറം ഇപ്പോൾ പോലീസിൽ നിന്നും VRS എടുത്ത വ്യക്തി പോലീസിൻ്റെ ID കാർഡ് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ID കാർഡ് പോലീസിലേക്ക് തിരികെ കൊടുക്കാത്തതാണോ,
അതല്ലെങ്കിൽ പുതിയ വ്യാജമായ ID കാർഡ് പുതിയതായി ഉണ്ടാക്കിയതാണോ? രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ VRS എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മേലുള്ള ചട്ടം? എങ്ങനെയാണ് ID കാർഡ് തിരികെ കൊടുക്കണമെന്നതല്ലേ? അപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിന് മുന്നിൽ ഈ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതീവ ഗുരുതരമായ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയല്ലേ ചെയ്യുന്നു? തീർച്ചയായും VRS എടുത്ത്, അതായത് സർവീസിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ ID കാർഡും മറ്റ് ഔദ്യോഗികമായിട്ടുള്ള എല്ലാം തിരിച്ചു നൽകണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ ഒരു ചട്ടം ഇരിക്കെയാണ് താൻ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ തൻ്റെ പഴയ ID കാർഡ് ഉപയോഗിച്ച് ഇദ്ദേഹം റൂം എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ അദ്ദേഹം സർവീസിലുള്ള സമയത്ത് തന്നെ ഈ ID കാർഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ചിരിക്കും. അപ്പോൾ ഒറിജിനൽ കൈമാറിയിട്ട് തിരിച്ച് സർവീസിൽ നിന്ന് പോരുമ്പോൾ തിരിച്ച് കൈമാറിയിട്ടുണ്ടാകാം, ഡ്യൂപ്ലിക്കേറ്റ് കൈവശം വെച്ചിരിക്കാം. ആ ഡ്യൂപ്ലിക്കേറ്റ് കാർഡാകാം അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പലയിടങ്ങളിലും പോലീസിൻ്റെ ID കാർഡ് എന്ന തരത്തിൽ കാണിക്കുകയും അതുവഴി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസിനെ കൂടി ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പക്ഷേ പോലീസ് ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും ഇയാൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്തുതന്നെയാണെങ്കിലും പോലീസിൽ ഇല്ലാത്ത ഒരാൾ പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ച് റൂം എടുത്തു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു വ്യക്തി റൂം എടുക്കുകയാണെങ്കിൽ ഒപ്പം എത്ര പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാം ID കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ വിശദാംശങ്ങളോ ഒക്കെ താമസിക്കുന്നിടത്ത് നൽകേണ്ടതുണ്ട്. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാകാം ഒപ്പമുള്ള കുട്ടിയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഹോട്ടലുകാർ ചോദിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇയാൾ നൽകാതിരുന്നത്. അങ്ങനെ ഈ കുറ്റകൃത്യവുമായിട്ട് ഈ വ്യാജ ID കാർഡ് ഉപയോഗിച്ചതിന് നേരിട്ട് ബന്ധപ്പെടാനുള്ളൊരു സാധ്യത കൂടിയാണ് ഈ വ്യാജ ID കാർഡ് ഉപയോഗിച്ചു എന്ന പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കൊണ്ട് കാണേണ്ടത്. യെസ്, അതാണ് സാഹചര്യം. അനുമോദ്, ഒരു കാര്യം കൂടി, ഈ ഫിലിപ്പ് മമ്പാട് നമുക്കറിയാം, ഈ വ്യക്തി നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ സ്പീക്കറായി പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് മാനസികമായ ബലം നൽകാൻ വേണ്ടി ഇടപെടുന്ന വ്യക്തിയാണ്. അങ്ങനെ പല ആളുകളെയും നിരന്തരമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, അവരുമായി ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇതാണ് ഒരു പരാതിയായി ഉയർന്നു വരുന്ന കേസ് ഇത് മാത്രമാണ്. പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫിലിപ്പ് മമ്പാടിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. മറ്റെന്തെങ്കിലും പരാതികൾ മുൻകാലങ്ങളിൽ ഉയർന്നു വരികയോ അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും പോലീസിൻ്റെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊക്കെ കൂടുതൽ കുരുക്കായി മാറുമല്ലോ. സജിത്ത്, ഈ ഫിലിപ്പ് മമ്പാട് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി അദ്ദേഹം വളർത്തി വലുതാക്കിയത്. പല തരങ്ങളിൽ മോട്ടിവേഷൻ സ്പീക്കറായിട്ടും ലഹരി വിമുക്ത പ്രചാരകനായിട്ടും അതുപോലെ തന്നെ താൻ ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം അദ്ദേഹം എല്ലാ മേഖലയിലും നടത്തിയത്. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസിന് മുൻപാകെ ഇയാൾക്ക് എതിരെയുള്ള പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഫിലിപ്പ് മമ്പാടിനെതിരെയുള്ള ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ട് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയൊക്കെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതൊന്നും കേസുമായി ബന്ധപ്പെട്ട് കാണാനാകില്ല. പക്ഷേ മുൻകാലത്ത് ഉണ്ടായിരുന്നു എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും രേഖാമൂലം എവിടെയും പരാതിയായിട്ട് ചെല്ലുകയോ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റഡാറിൽ അത് ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ല. നിലവിൽ പോലീസിന് മുൻപാകെ ഈ ഒരു പോക്സോ കേസ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു പോക്സോ കേസിൽ സാധ്യമായ എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് തന്നെയാണ് പോലീസ് കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. അതായത് ലൈംഗിക പീഡനത്തിനുള്ള പോക്സോ വകുപ്പുകൾ, അതുപോലെ സംരക്ഷണ ചുമതലയിലിരിക്കെ ഉള്ള വ്യക്തി ആ പീഡനം നടത്തിയെന്ന് ലൈംഗിക അതിക്രമം നടത്തിയെന്നതിൻ്റെ വകുപ്പുകൾ, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അവരെ കുട്ടിയെ കൊണ്ടുപോയി, അത് കിഡ്നാപ്പിംഗ് ആണ്, കിഡ്നാപ്പിങ്ങിനെതിരായുള്ള വകുപ്പുകൾ. അങ്ങനെ അതീവ ഗുരുതരമായിരുന്ന വകുപ്പുകൾ തന്നെയാണ്, കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ട് പോലീസിനുണ്ട്. ഈ പുറത്തു വരുന്ന വിശദാംശങ്ങൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു കേസിന് സഹായകമാകുന്ന വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നാണ് അറിയാനാകുന്നത്. പക്ഷേ ഫിലിപ്പ് മമ്പാടിനെതിരെ മറ്റ് കേസുകൾ പരാതിയായി രേഖാമൂലം ഇതുവരെ പോലീസിന്റെ മുൻപാകെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെട്ട് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള വ്യക്തി എന്ന രീതിയിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ലഹരി വിമുക്ത പ്രചാരകനായും അതല്ല മാനസിക ബലം നൽകാൻ കഴിയുന്ന മോട്ടിവേഷൻ സ്പീക്കറായൊക്കെ വലിയ രീതിയിൽ ഇടപെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ ഗുരുതരമായ കേസിൽ പെടുന്നത്. എന്തായാലും പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. റിമോട്ട് റിപ്പോർട്ടിൽ അത്ര ഗുരുതരമായ കാര്യങ്ങളാണ് ഉള്ളടക്കമായി ചേരുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.